Welcome to my channel, guys. Today's vlog is about a trip to Buffalo. Hope you like it. Hello everyone, welcome to my channel. So ഇന്ന് ഞാൻ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത്. കുറച്ച് മടിയായിപ്പോയി. ഇവിടെ വിൻ്ററൊക്കെ ഒന്ന് കഴിയാറായതേ ഉള്ളൂ. സോ മടിയായിപ്പോയി. ആ ഒരു തണുപ്പും ഭയങ്കര ലേസിനെസ് ആണ് ആ സമയത്ത്. സോ ഇന്ന് ഞങ്ങൾ ബഫലോ വരെ ഒന്ന് പോവുക. സോ അതിൻ്റെ ഒരു വ്ളോഗാണ് ഞാൻ ഇടുന്നത്. I hope you like it. സോ കുറേ ധ്രുവയുണ്ട്, മോമോച്ചൻ അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളിപ്പം പെട്രോൾ പമ്പിൽ വന്നിരിക്കുക, കുറച്ച് പെട്രോളും അടിച്ച് ചായ മേടിച്ച് പോകാൻ വേണ്ടി ഓൺ ദ വേ. ഇവിടുന്ന് ഒരു 2.5 hours ആണ് കാണിക്കുന്നത്, ഡിപ്പെൻഡിങ് ഓൺ ട്രാഫിക്. നമുക്ക് അറിയാം എത്ര മണിക്ക് നമ്മൾ എത്തുമെന്ന്. ഞാൻ ഇടയ്ക്ക് വീഡിയോസ് എടുക്കാം. പിന്നെ എന്നാ, സോ യാ, പ്ലീസ് ഡു വാച്ച് ഇറ്റ് ആൻഡ് ഡു കമൻറ്റ്. ഞങ്ങളിപ്പോൾ ഒരു 4 പ്രാവശ്യം US ബോർഡർ ക്രോസ് ചെയ്തിട്ടുണ്ട്, കാനഡ US ബോർഡർ. ഈ 4 തവണ പോയപ്പോഴും നമ്മുടെ കയ്യിൽ ഇന്ത്യൻ പാസ്പോർട്ടായിരുന്നു പെർമനൻറ്റ് റെസിഡൻസിയുടെ സമയത്ത്. അപ്പോൾ നമ്മൾക്ക് ക്രോസ് ചെയ്യുമ്പം തന്നെ നമുക്ക് കുറേ ടൈം എടുക്കുമായിരുന്നു. നമ്മളെ അവർ വെയിറ്റ് ചെയ്യിപ്പിച്ച് നമ്മളോട് ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുമായിരുന്നു. നമ്മളെവിടെയാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്, എപ്പോഴാണ് തിരിച്ചു വരുന്നത്, നമ്മൾ പോകുന്ന സ്ഥലത്ത് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടോ, ആൻഡ് ലൈക്ക് ഓൾ ദോസ് ക്വസ്റ്റ്യൻസ്, പർപ്പസ് ഓഫ് വിസിറ്റ് എന്ന യൂഷ്വൽ ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കുമായിരുന്നു. ചില സമയത്ത് നമ്മളെ അകത്ത് കയറ്റി ബോർഡറിൻ്റെ അവിടെ തന്നെ കയറ്റിയിട്ട് അവർ നിർത്തുമായിരുന്നു. ആൻഡ് വി ഹാഡ് ടു വെയിറ്റ് ഓവർ ദെയർ ഫോർ ലോങ് ടൈം. സോ യാ, ഈ പ്രാവശ്യം ഞങ്ങൾ പോയപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നവും വന്നില്ല ബിക്കോസ് ഓഫ് ദ കനേഡിയൻ പാസ്പോർട്ട്സ് ദാറ്റ് വി ജസ്റ്റ് ഗോട്ട് റീസെൻ്റ്ലി. സോ ഗൈസ്, അങ്ങ് ദൂരെ നിങ്ങൾക്ക് കാണാം, അത് വെള്ളത്തിൻ്റെ മേളിൽ ഐസായി കിടക്കുക. ഡിഫറൻസ് കാണാമായിരിക്കും, വൈറ്റ് ആൻഡ് ബ്ലൂയിഷ് വാട്ടർ. സോ ഇത് മൊത്തം ഐസാണ് ഈ കാണുന്നത്. ഞങ്ങളൊരു 3 ആഴ്ച മുമ്പെയാണ് ഫെലോയ്ക്ക് പോയത്. അപ്പോഴത്തെ വീഡിയോ ആണ് ഇത്. സോ ഞാൻ കുറേ മടി പിടിച്ചുകൊണ്ടാണ് ഈ ലേറ്റായി പോയത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. ബട്ട് ഐ തോട്ട് ഐ ടുക്ക് ദ വീഡിയോ, സോ വൈ നോട്ട് പോസ്റ്റ് ഇറ്റ്. ആൻഡ് ആ സമയത്ത് ഫ്രീസിങ് ടെമ്പറേച്ചേഴ്സ് ആയിരുന്നു. അത്രയ്ക്കും വിൻ്റർ ഒന്ന് കഴിഞ്ഞ് വരുന്ന സമയമായതേ ഉള്ളായിരുന്നു. ഞങ്ങൾ ഓൾമോസ്റ്റ് ബോർഡർ എത്താറായി. സോ ഗൈസ്, ഞങ്ങൾ ഓൾമോസ്റ്റ് എത്തി ബോർഡറിൽ. ഇത് നയഗ്ര ഫോൾസ് കാണാൻ വേണ്ടി ഇപ്പോൾ ഇത് ഫ്രോസൺ ആയിട്ടാണ് ഇരിക്കുന്നത്. ഫോൾസ് വാട്ടർ വീഴുന്നുണ്ട്, ബട്ട് സ്റ്റിൽ ഇറ്റ് ലുക്സ് ഫ്രോസൺ. അതാണ് വെള്ളം വീഴുന്ന സ്ഥലം. താഴെ കാണാതൊക്കെ ഐസായിട്ട് കിടപ്പുണ്ട്. ഇത് കനേഡിയൻ സൈഡ്, ഇത് US സൈഡ്. ഞങ്ങൾ പോയ ദിവസം അധികം വെയിറ്റ് ഇല്ലായിരുന്നു. ഞങ്ങൾ റെയിൻബോ ബ്രിഡ്ജ് വഴിയാണ് പോയത്. സോ ഞങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടന്നായിരുന്നു. സോ ഗൈസ്, ഞങ്ങളുടെ ഇമിഗ്രേഷൻ കഴിഞ്ഞു ബോർഡറിൽ. സോ ഇറ്റ് വാസ് സർപ്രൈസിങ് ഫോർ us. ഞങ്ങൾ പൈസയൊക്കെ എടുത്ത് റെഡി ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾക്ക് PR ഉള്ള സമയത്ത് ഞങ്ങൾ പൈസ കൊടുത്തായിരുന്നു US എൻട്രി ചെയ്യാൻ വേണ്ടി. സോ ഞങ്ങളൊന്നും അധികം അന്വേഷിച്ചൊന്നുമില്ല. ഞങ്ങൾ ബോർഡർ ഓഫീസർ ഞങ്ങളോട് ചോദിച്ചു വിച്ച് സിറ്റിസൺസ് യു ആർ. കനേഡിയൻ സിറ്റിസൺ ആണെന്ന് ഞങ്ങൾ പറഞ്ഞു. പാസ്പോർട്ട് കൊടുത്തു. ഹാവ് എ ഗുഡ് ട്രിപ്പ് എന്ന് പറഞ്ഞ് ഞങ്ങളങ്ങ് പറഞ്ഞു വിട്ടു. വേറെ ഒന്നും പൈസയും ചോദിച്ചില്ല, ഒന്നുമില്ല. സോ അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. കാരണം കഴിഞ്ഞ 3 പ്രാവശ്യം ഞങ്ങൾ ക്രോസ് ചെയ്തപ്പം US ക്രോസ് ചെയ്തപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസയും പോയായിരുന്നു. 6 മാസം കൂടുമ്പോൾ നമ്മൾ ഒരു I-94 എന്തോ ഫില്ല് ചെയ്ത് ഇത്ര $6 വെച്ച് എന്തോ USD കൊടുക്കും ഒരാൾക്ക്. അപ്പോൾ അതങ്ങ് എക്സ്പയർ ആവും 6 മാസം കഴിയുമ്പോൾ. സോ ഞങ്ങൾ എല്ലാ പ്രാവശ്യം 3 പ്രാവശ്യം പോയപ്പോഴും ഞങ്ങൾക്കത് കൊടുക്കേണ്ടി വന്നായിരുന്നു. സോ ഈ പ്രാവശ്യം അത് കൊടുത്തില്ല. സോ ഇറ്റ് വാസ് ന്യൂ ഫോർ us. വി ഡിഡ് എൻക്വയർ അബൌട്ട് ഇറ്റ്. ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു. സോ ഇറ്റ് വാസ് എ ഗുഡ് ഫീലിംഗ്. പൈസ പോയില്ലല്ലോ. സോ യാ, ഞങ്ങളോടൊന്നും ചോദിച്ചില്ല. ജസ്റ്റ് പാസ്പോർട്ട് കൊടുത്തു. എവിടെയാണ് പോകുന്നത് എത്ര ചോദിച്ചോളൂ. ഡിക്ലറേഷൻ എന്തെങ്കിലും ഉണ്ടോ, നിങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരുന്നുണ്ടോ US എന്തെങ്കിലും ഗുഡ്സ് ഐറ്റം. ഞങ്ങൾ ഒന്നും കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. എത്ര നേരം സ്റ്റേ ചെയ്യുന്നു, എന്തിനാണ് പോകുന്നത്, ഒരു കാര്യം പോലും ചോദിച്ചില്ല. സോ ദാറ്റ്സ് ദ ബെനിഫിറ്റ് ഓഫ് ഗെറ്റിംഗ് എ പാസ്പോർട്ട് ഹിയർ. സോ അത് ഭയങ്കര വലിയൊരു ഡിഫറൻസ് ആയിരുന്നു. ഞങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ടും വെച്ച് പോയപ്പോഴത്തേക്ക് ഞങ്ങളോട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. സോ യാ, ഞങ്ങളങ്ങനെ US എൻ്ററായി. ഇനി ഞങ്ങൾ ഇവിടുന്ന് ബഫലോയിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് എത്ര മണിക്കൂറാണ് കാണിക്കുന്നത്? ഇവിടുന്ന് 1/2 മണിക്കൂർ, 37 minutes ആണ് കാണിക്കുന്നത്. ഞങ്ങൾ അവിടുത്തെ പ്രൈമാർട്ടിലൊന്ന് കയറി കുറച്ച് സാധനങ്ങൾ മേടിക്കണമെന്നുണ്ടായിരുന്നു. സോ അവിടെ പോകുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ, ഹിസ്റ്റോറിക് ബിൽഡിങ്സ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് ചിലപ്പം ക്ലോസ്ഡ് ആയിരിക്കും, കാണാനൊന്നും പറ്റത്തില്ല അകത്ത് കയറി. ബട്ട് വിൽ സ്റ്റിൽ
ബിഫോർ. ഞങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് പഴയ വീഡിയോയിലും, ചേട്ടൻ ഇന്നാണ് അവധി, അതാണ് ഞങ്ങളുടെ വീക്കെൻഡ്. സോ ഇറ്റ്സ് സാറ്റർഡേ ടുഡേ. ചേട്ടൻ 2 ദിവസം അവധി എടുത്തിട്ടുണ്ട്. നാളെ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയുടെ മാച്ച്, ന്യൂസിലൻഡും തമ്മിൽ മാച്ച് ഉണ്ട്. സോ അത് കാണാൻ വേണ്ടിയും കൂടിയാണ് അവധി എടുത്തത്. സോ അങ്ങനെ ഇന്നും നാളെ അവധി ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചെന്നാൽ ഇന്ന് തന്നെ പോയേക്കാം. ആൻഡ് പിള്ളേരുടെ സ്കൂളിൽ ഓഫാണ്, മാർച്ച് ബ്രേക്കാണ്. ധ്രുവയുണ്ട് ഇവിടെ. മോമോസ് ഇവിടെ ഇരിപ്പുണ്ട്. സോ യാ, ബാക്കി ഓൺ ദ വേ നമുക്ക് വീഡിയോ കാണാം. സോ ഇവിടെ ഞങ്ങൾ ബോർഡറിൽ എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ഗൂഗിൾ മാപ്സിൽ മൈൽസ് പെർ അവറിലോട്ട് കൺവേർട്ട് ആയി. ഇപ്പം 35-48 മൈൽസ് പെർ അവർ. അപ്പം 35 കിലോമീറ്റർ ആയിരിക്കും അപ്പം ഇല്ലേ? 49 മൈൽസ്. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യുമ്പോഴത്തേക്ക് അതായി മാറിയത്. ഞങ്ങളുടെ എന്തോ ഇതിനെ പറഞ്ഞ ഓഡോമീറ്ററോ, അതിനകത്ത് അത് കാണിക്കത്തില്ല. അതുകൊണ്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാമെന്നാണ് തോന്നുന്നത്. ബട്ട് ഞങ്ങളത് ചെയ്തിട്ടില്ല. സോ എന്തായാലും ഇതിനകത്ത് അങ്ങനെയാണ് കാണിക്കുന്നത്. സോ അതൊരു മാറ്റം വന്നു. സോ ഇവിടെ ഒരു ഐലൻഡ് ഉണ്ട്. എന്ത് ഐലൻഡാണ്? ഗ്രാൻഡിൽ വില്ലേജ്. അതെങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്തതെന്നൊന്നും അറിയില്ല. സോ ഈ കാണുന്ന ബ്രിഡ്ജ് ആ ഐലൻഡിലേക്കുള്ള ബ്രിഡ്ജാണ്. ഈ ബോർഡർ ക്രോസ് ചെയ്ത് കനേഡിയൻ ബോർഡറിൽ നിന്ന് US എൻ്റർ ചെയ്യുമ്പോൾ തന്നെ വേറൊരു വൈബാണ്. എന്താണെന്നറിയില്ല, എനിക്കത് തോന്നിയിട്ടുണ്ട്. ചേട്ടന് തോന്നിയിട്ടുണ്ട് ചേട്ടാ? ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആണ്. ഇവിടുത്തെ വീടുകളിലും ഒരു മാറ്റമുണ്ട്. കനേഡിയൻ വീടുകളെ പോലല്ല. എല്ലാം ബോർഡ് സൈനിനകത്ത് വെച്ചിട്ടുണ്ട്. മൈൽസിലല്ല എഴുതിയിരിക്കുന്നത്. ഇവിടുത്തെ പോസ്റ്റൽ വണ്ടി, US പോസ്റ്റ്, ചെറിയ ചെറിയ പോസ്റ്റ് ബോക്സസ് വീടുകളുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 4-5 പ്രാവശ്യം US എൻ്റർ ആയിട്ടുണ്ട്. എല്ലാ പ്രാവശ്യം എൻ്റർ ആകുമ്പം എനിക്ക് എന്താണെന്നറിയില്ല, എനിക്കൊരു ഫസ്റ്റ് ടൈം വരുന്ന ഒരു ഫീലിംഗ് ആണ്. ഐ ഡോണ്ട് നോ വൈ, ബട്ട് ഇറ്റ്സ് സംതിങ് യുണീക്ക് ആൻഡ് ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ്. ബോർഡർ ക്രോസ് ചെയ്തപ്പോഴത്തേക്കും ഉണ്ടായ വണ്ടി ഇഷ്ടം പോലെ ബോർഡർ ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു വണ്ടിയും കാണുന്നില്ല, എല്ലാം ഇവിടുത്തെ വണ്ടിയാണ്. അത് തന്നെ, നമ്മൾ ബോർഡർ ചെക്ക് പോയിന്റിൽ നിന്നപ്പോൾ ഇഷ്ടം പോലെ ഒണ്ടാരിയോ നമ്പർ പ്ലേറ്റ് ഉള്ള വണ്ടികളുണ്ട്. അത് കയറിയപ്പോഴത്തേക്ക് എല്ലാം സ്പ്ലിറ്റ് ആയി, എവിടോട്ട് പോയതൊന്നും അറിയില്ല. പിന്നെ അത് കഴിഞ്ഞിപ്പം വന്നപ്പോഴത്തേക്ക് ഒരു വണ്ടി സിഗ്നൽ ഇട്ട് പോകുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അത് ഉണ്ടായിരിക്കും. ബാക്കി ന്യൂയോർക്ക് വണ്ടികളൊന്നും സിഗ്നൽ ഇടുന്ന കണ്ടില്ല. ആകെ ഒണ്ടാരിയോയുടെ നമ്പർ പ്ലേറ്റ് ഉള്ള വണ്ടിയാണ് സിഗ്നൽ ഇടുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കടയാണ് ടാർഗറ്റ്. സോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ US ഒരു മോളിൽ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ പ്രൈമാർക്കിൽ കയറാൻ വേണ്ടിയാണ് വന്നത്. സോ ഹേ ധ്രുവ, സേ ഹായ്. ഇന്നത്തെ ഒരു ഡേ ഞങ്ങൾക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് എന്താണെന്നറിയില്ല, പെട്ടെന്ന് എടുത്ത ഒരു ഡിസിഷനാണ്. സോ ഞങ്ങൾ ഇത്ര അടുത്ത് താമസിച്ചിട്ട് ഇവിടെ ഒന്നും വന്നില്ലെന്ന് പറഞ്ഞ് വേണ്ടല്ലോ, നമുക്ക് എക്സ്പ്ലോർ ചെയ്തേക്കാം. ഞങ്ങൾ വന്നേക്കുന്നത് വാൾഡൻ ഗലേറിയ മോളിലാണ്. ദിസ് മോൾ ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് മോൾ ഇൻ ബഫല്ലോ, ന്യൂയോർക്ക്, and it has almost 200 shops here, and it also includes Apple, H&M, Primark, and you name it. So ഇവിടെ വിസിറ്റേഴ്സ് വരുന്ന മോസ്റ്റ്ലി ഫ്രം കനേഡിയൻ സൈഡ് ആൻഡ് ഓൾസോ അറൗണ്ട് ദ ബഫല്ലോ ഏരിയ. സോ ഇവിടെ ഇവർക്ക് ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ ചെന്ന ദിവസം. ഈ മോളിൻ്റെ അടുത്ത് തന്നെയാണ് ബഫല്ലോ നയാഗ്ര ഇൻ്റർനാഷണൽ എയർപോർട്ട്, മേക്കിംഗ് ഇറ്റ് കൺവീനിയൻറ്റ് ഫോർ ദ ട്രാവലേഴ്സ് ടു കം ആൻഡ് ഷോപ്പ് ഓവർ ഹിയർ. സോ യു ക്യാൻ എക്സ്പെക്ട് ദിസ് ക്രൗഡ് ഓവർ ദെയർ. നമുക്കാണെങ്കിൽ തന്നെ ഇങ്ങനെ കണ്ണാടി എസ്കേപ്പ് ചെയ്യണം. അത് ടിക്കറ്റ് വേണം, 5 weeks എന്ന് പറയുന്നത്. സോ ഗൈസ്, ഞങ്ങൾ
5 Below എന്ന് പറഞ്ഞ ഒരു സ്റ്റോറിലാണ്. കാനഡയിൽ ഡോളർ ട്രീ, ഡോളറാമ ആ ടൈപ്പിലുള്ള സ്റ്റോറാണ്. എല്ലാം 5 and below ആണെന്ന് തോന്നുന്നു. സോ ലെറ്റ്സ് ചെക്ക് ഔട്ട് ഇതിൻ്റെ സാധനങ്ങൾ എന്തോ. സോ യാ 555 എഴുതിയിട്ടുണ്ട് ഇവിടെ. നമുക്ക് നോക്കാം. ക്യൂട്ട് ഐറ്റംസ് ആണ്. ഞങ്ങൾ ഈ ഷോപ്പിൽ വെറുതെ കയറിയതാണ് കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് കണ്ടപ്പം 5 and below എന്ന് കണ്ടപ്പം ഞങ്ങൾ കയറി. ജസ്റ്റ് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഈ ഷോപ്പിനെ കുറിച്ച്. എല്ലായിടത്തും ഇതുപോലത്തെ ഒരു ഷോപ്പ് കാണുമല്ലോ. UK പൗണ്ട് ലാൻഡ് പോലെ, നമ്മൾ കാനഡയിൽ ഡോളറാമ ഡോളർ ട്രീ പോലെ ഇവിടെയാണ് 5 and below. ഇവിടെ ക്യൂട്ട് ഐറ്റംസ് ആണ്, അഫോർഡബിൾ ആണ്. ആൻഡ് യാ ബട്ട് നമുക്കൊന്നും മേടിക്കാനില്ലായിരുന്നു. സോ ഞങ്ങളൊന്നും മേടിച്ചില്ല. മോമോ 5 little ducks. 5 little ducks. 5 ഇല്ല, ഇത് 4 ഉള്ളല്ലോ. മമ്മ എന്നാ മമ്മ അത്? ഡക്ക്, ഡക്കി. മമ്മ ഡക്കി. നല്ല ക്യൂട്ട് സാധനം. ഞങ്ങൾ ഇന്നത്തെ ടെമ്പറേച്ചർ നോക്കിയാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പം ഇറ്റ് വാസ് ഓക്കെ, ഇറ്റ് വാസ് നോട്ട് ബാഡ്. സോ വി തോട്ട് വി വിൽ എക്സ്പ്ലോർ ദ ഹിസ്റ്റോറിക്കൽ പ്ലേസസ് ഇൻ ബഫലോ ആസ് വെൽ. ബട്ട് ആസ് ഇറ്റ് വാസ് സാറ്റർഡേ, ഞങ്ങൾക്കറിയായിരുന്നു മോസ്റ്റ്ലി എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും, നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ദെൻ ആഫ്റ്റർ വി ഗോട്ട് ഔട്ട് ഫ്രോം ദ mall, it was really cold. The wind was blowing and we were not able to stand the cold, so that's why we did not explore those places and we just thought that we will എന്താ പറയുന്നത്, നമ്മൾ കുറച്ച് നേരം കൂടെ മോളിൽ തന്നെ സ്പെൻഡ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടുത്തെ ഫുഡ് കോർട്ടിലൊക്കെ ആയിരുന്നു. എന്നിട്ട് ഈ ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി. ബിക്കോസ് അവർ പ്ലാൻ വാസ് നോട്ട് വർക്കിംഗ് ഔട്ട്. ആൻഡ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം 5 and below സ്പെൻഡ് ചെയ്തിട്ട് അവിടുന്ന് കുറേ സാധനങ്ങളിങ്ങനെ നോക്കി. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് വെരി അഫോർഡബിൾ. നമ്മുടെ ഡോളറാമയെ പോലെ തന്നെയായിരുന്നു. ഫോണിൻ്റെ കവറൊക്കെ ലാഭമാണെന്ന് തോന്നി എനിക്ക്. ഹെഡ്ഫോൺസും ഒക്കെ 555. ഐ തിങ്ക് ദിസ് ഈസ് പ്രിറ്റി റീസണബിൾ. ഈ തെമു ഷീനിലൊക്കെ മേടിക്കുന്ന സാധനങ്ങൾ കുറച്ച് നാളൊക്കെ വർക്ക് ചെയ്യും. അതുപോലത്തെ ഒക്കെ ആയിരിക്കും മെറ്റീരിയൽസ്. സോ ഐ ഗെസ് ഇറ്റ് ഈസ് ഗുഡ്. ഇതൊക്കെ $8 സാധനം. ചെറിയ ചെറിയ ബ്രീഫ് കേസോ. കണ്ടോ എനിക്ക് ഇവിടുത്തെ ഈ ടേബിൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് ഓൺലി $20. അപ്പം ഞാനത് മേടിക്കണമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, നമുക്ക് ഓൾമോസ്റ്റ് ഫർണിച്ചറുകളെല്ലാം അത്യാവശ്യം ഉണ്ട്. പിന്നെ ധ്രുവയ്ക്ക് സ്കൂട്ടർ കണ്ടപ്പം ധ്രുവയ്ക്ക് സ്കൂട്ടർ വേണം. ഞങ്ങൾ അവളോട് പറഞ്ഞു, അവളുടെ കയ്യിൽ ഓൾറെഡി ഒരു സ്കൂട്ടർ ഉണ്ട്, പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ മേടിക്കുന്നതെന്ന് പറഞ്ഞപ്പം ഷീ അഗ്രീഡ് ആൻഡ് ദെൻ വി ഡിഡ്ന്റ് ബൈ ഇറ്റ്. എനിക്ക് ഇവിടുത്തെ 2-3 ഐറ്റംസ് മേടിക്കണം എന്നുണ്ടായിരുന്നു. ക്യൂട്ട് ഐറ്റംസ് ആയിരുന്നു. ബട്ട് നമ്മൾ തിരിച്ചു പോകുമ്പം ഈ കാണുന്ന ഈ ടേബിൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ഇറ്റ് വാസ് ഓൺലി $15, 15 or 25, ഐ ഡോണ്ട് റിമെമ്പർ. ബട്ട് യാ, ഇറ്റ് വാസ് റിയലി ക്യൂട്ട്. പക്ഷേ ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റിയില്ല. ബിക്കോസ് ഞങ്ങൾ പ്രൈമാർക്കിൽ നിന്ന് കുറേ ക്ലോത്തിങ്സ് മേടിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 4 പേർക്ക് വേണ്ടിയും നമ്മൾ ക്ലോത്തിങ് മേടിക്കുന്നുണ്ടായിരുന്നു. സോ അത് കാരണം ഞങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇതൊന്നും മേടിക്കാതിരുന്നത്. തിരിച്ചു പോകുമ്പോൾ നമ്മളോട് എന്താണ് അവർ ചോദിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. നമുക്ക് ഡിക്ലെയർ ചെയ്യണം നമ്മൾ എത്ര. ഇറ്റ് വാസ് $15. തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഡിക്ലെയർ ചെയ്യണം നമ്മൾ എത്ര ഡോളറിൻ്റെ സാധനമാണ് നമ്മൾ മേടിക്കുന്നതെന്ന് ബോർഡറിൽ. സോ അത് കാരണം നമ്മൾ വെറുതെ ഒരു കോൺസിക്വൻസസ് വേണ്ടാന്ന് വെച്ചാണ് നമ്മളത് മേടിക്കാതിരുന്നത്.
ഈ ബീനി ബാഗും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് അഫോർഡബിൾ ആൻഡ് ഇറ്റ് വാസ് റിയലി ഗുഡ്. അങ്ങനെ കറങ്ങി നടന്നപ്പം ഇവിടെ കുറേ ജിം എക്യുപ്മെൻറ്റ്സും കണ്ടു. ഇവിടെ ഡംബെൽസ് ഉണ്ടായിരുന്നു, എനിക്ക് മേടിക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് പിന്നെ വിചാരിച്ചു വേണ്ട, ഇപ്പം ജിമ്മിൽ പോകുന്നുണ്ട്, സോ അത് കാരണം ഇതിൻ്റെ യൂസ് വരുത്തില്ല. നമ്മൾ വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം വരുന്നത്. കറൻ്റ്ലി ഐ ആം നോട്ട് ഡൂയിങ് എനിത്തിങ് അറ്റ് ഹോം ബിക്കോസ് മോമോ ഡസൻറ്റ് അലൗ മീ. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങി അപ്പം മൊമോസ് വന്ന് ഇടയ്ക്ക് നിൽക്കും. സോ ഐ ആം ലിറ്റിൽ ബിറ്റ് സ്കെയർഡ് ദാറ്റ് ഐ മൈറ്റ് ഹേർട്ട് ഹിം. സോ അത് കാരണം ഞാൻ ചെയ്യാറില്ല. ഞാൻ കുറേ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ കണ്ടു. അപ്പം നോക്കിയപ്പം പേരൻസൊക്കെ ചെയ്യുന്നുണ്ട് ജിമ്മ് വീട്ടിൽ ടോഡ്ലേഴ്സിൻ്റെ കൂടെയൊക്കെ. ഐ ഡോണ്ട് നോ ഹൗ ദേ ഡു ഇറ്റ്, ബട്ട് ഹാറ്റ്സ് ഓഫ് ടു ദെം ആൻഡ് ദെയർ ബേബീസ്. ഇനി അവിടുന്ന് ധ്രുവേനെ പിടിച്ചെടുക്കാൻ കുറച്ച് പാടാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി 5 and below സ്റ്റോറിൽ നിന്ന്. അധികം എന്താ പറയുക, സെലക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്തതായിരുന്നു. മോമോസ് എന്നാ മോമോ അത്? മോമോ എന്നാ അത്? ഇത് എന്നതാ? ബാബാ പോകാം, ബാ അമ്മ പോവാ. മോമോ ടാറ്റ. അപ്പോൾ ഞങ്ങൾ ഇനിയും പ്രൈമാർക്കിലോട്ട് കയറാൻ പോവാം. ഫൈനലി ഞങ്ങൾ ജസ്റ്റ് പ്രൈമാർക്കിൽ വരാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾക്ക് UK ഞങ്ങൾ താമസിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ പ്രൈമാർക്കിലായിരുന്നു. ദേ ഹാവ് ലോട്ട്സ് ഓഫ് വെറൈറ്റി ഓഫ് ക്ലോത്ത്സ് ആൻഡ് അറ്റ് റീസണബിൾ പ്രൈസസ് ആൻഡ് ഇറ്റ്സ് ലോങ് ലാസ്റ്റിംഗ്. ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ജാക്കറ്റ് UK നിന്ന് മേടിച്ചത് 2011. And it's reasonable price and also it's long lasting. So I decided ഇതിന്ന് വന്നിട്ട് കുറച്ച് ജാക്കറ്റ്സും ക്ലോത്ത്സും മേടിക്കാമെന്ന്. സോ ഞങ്ങൾ അങ്ങനെ കയറി. പ്രൈസ് എല്ലാം $10 and below. നല്ല സാധനങ്ങളാണ്, ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ്. ഞാൻ കുറേ ടോപ്പ് മേടിച്ചു. ബർമൂഡയൊക്കെ ഉണ്ട്. എത്രയാണോ? $9. ലുക്സ് ഗുഡ്. കാനഡയിൽ പ്രൈമാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ മിക്കവാറും ഞാൻ ഈ ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ നിർത്തിയിട്ട് പ്രൈമാർക്കിൽ തന്നെ ആയിരിക്കും എൻ്റെ തുണി മേടിക്കുന്നത്. ബട്ട് സിൻസ് വി ഡോണ്ട് ഹാവ് ഇറ്റ് ഇൻ കാനഡ, ദാറ്റ്സ് വൈ വി ആർ ട്രാവലിംഗ് ക്രോസ് ബോർഡർ ആൻഡ് ബൈയിങ് ദിസ് തിങ് ഫ്രം പ്രൈമാർക്ക് ഓവർ ഹിയർ. റിയലി ഇവരുടെ ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ആണ്, അഫോർഡബിൾ ആണ് ആൻഡ് ട്രെൻഡി ആൻഡ് ഫാഷനബിളും ആണ്. സോ അത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ ക്ലോത്ത്സ്. എപ്പോഴും ഞാൻ ട്രൈ ചെയ്യും. wherever I visit, if there is a Primark, I buy myself some clothes, and once you buy from there, you will not think that you should buy more clothes from anywhere else for a few months or like maybe years. എനിക്ക് അങ്ങനെയാണ് തോന്നാറുള്ളത്. കാരണം ഇവരുടെ ക്ലോത്തിങ്സ് അത്രയും സസ്റ്റൈനബിൾ ക്ലോത്ത്സ് ആണ്. സോ ഇഫ് യു ഗൈസ് എവർ വിസിറ്റ് പ്രൈമാർക്ക്, നിങ്ങൾക്ക് ചിലപ്പം എല്ലാവരുടെയും അഭിപ്രായം ഡിഫറെൻ്റ് ആണ്. സോ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും, ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. ബട്ട് ഇൻ മൈ ഒപ്പീനിയൻ ഐ ഫീൽ ലൈക്ക് ദ ക്ലോത്ത്സ് ആർ മച്ച് ബെറ്റർ. ധ്രുവയും ഇവിടുന്ന് അവൾക്ക് വേണ്ടി ഈ ഫ്രോക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവളും അവൾക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട് കുറേ ഈ ഫ്രോക്കും പിന്നെ കുറേ ടോപ്സൊക്കെ മേടിച്ചു. ചേട്ടനും അങ്ങനെ കുറേ 2-3 ടീഷർട്ട്സ് മേടിച്ചു. മോമോയ്ക്ക് വേണ്ടി ഞങ്ങൾ ക്യൂട്ട് ഉടുപ്പ് മേടിച്ചു. അങ്ങനെ കുറേ സാധനം മേടിച്ച് ഞങ്ങൾ അവിടുന്ന് അറൗണ്ട് $400 ഷോപ്പിംഗ് അങ്ങനെ ചെയ്തു. അറൗണ്ട് ബിലോ $100 ആണ് നമുക്ക് എന്തോ ഡിക്ലെയർ ചെയ്യേണ്ടാത്തത്. ആൻഡ് അബവ് 100 ആണെങ്കിൽ നമുക്ക് ഡിക്ലെയർ ചെയ്യണം. സോ അത് കാരണം ഞങ്ങൾ അതനുസരിച്ച് എനിക്ക് തോന്നുന്നു $70 ഇൻഡിവിജ്വൽ വന്ന് കാണും. സോ അത്രയും ഞങ്ങൾ മേടിച്ചിട്ടുള്ളൂ. ബട്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഇനിയും കുറേ നാളത്തേക്ക് ഷോർട്ട്സോ ടീഷർട്ട്സോ അങ്ങനെയൊന്നും മേടിക്കേണ്ട ആവശ്യം വരില്ല ഞങ്ങൾക്ക്. ഫുഡ് കോർട്ടിലൊന്ന് പോകണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരും. ജാക്കറ്റ് കിട്ടിയില്ല എനിക്ക്, സോ ഞങ്ങൾ തിരിച്ചു വരും. ആൻഡ് ജാക്കറ്റും കൂടെ നോക്കിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പം ഫുഡ് കോർട്ടിലോട്ട് പോയി പേറ്റ് പൂജ ചെയ്തിട്ട് വരാം.
സോ ഗൈസ്, ഇത്രയും നേരം ഞങ്ങൾ വാൾഡൻ ഗലേറിയ മോളിലായിരുന്നു ബഫലോയിൽ. കുറേ ടൈം സ്പെൻഡ് ചെയ്ത് അവിടെ. കുറേ സാധനങ്ങൾ ഞങ്ങൾ പ്രൈമാർക്കിൽ നിന്ന് മേടിച്ചു. ഭയങ്കര സെയിൽ ഉണ്ടായിരുന്നു അവിടെ. സോ ഞങ്ങൾ കുറേ ടോപ്സും അങ്ങനെയൊക്കെ സാധനങ്ങൾ കുറച്ച് മേടിച്ചു. ഇനി ഞാൻ ഇവിടെ ന്യൂയോർക്കിൽ തന്നെ ബഫലോ ഏരിയയിൽ തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്. അവിടെ ഞാൻ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ന്യൂയോർക്കിൽ. അപ്പം എനിക്ക് ന്യൂയോർക്കിൻ്റെ ലൈസൻസ് ഉണ്ട്. അപ്പം അത് കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല, ബട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ആ ഏരിയ കിട്ടിയാൽ ആ ഏരിയ TN വിസ അല്ലെങ്കിൽ H1Bയിൽ നമുക്ക് പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ TN വിസ കനേഡിയൻ നഴ്സസ് ആണെങ്കിൽ, കനേഡിയൻ സിറ്റിസൺ ആണെങ്കിൽ നമുക്ക് TN വിസയിൽ നമുക്കിവിടെ പോകാം ജോലിക്ക്. സോ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കിട്ടുമോ ഇല്ലയോ എന്നറിയില്ല. എന്നാലും നമ്മൾ ആ ഏരിയ ഒന്ന് പോയി നോക്കാം. എങ്ങനെയാണ് ആ ഏരിയ, നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ജോലി കിട്ടിയാൽ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും, ഇല്ലെങ്കിൽ no. So I'm on my way to visit that hospital and I'll show you as well, okay? പോകുന്ന വഴിയിലെ മാനെ കണ്ടു. മാൻ എന്തോ ഡിയർ അല്ലേ? നല്ല ഏരിയ എന്ന് തോന്നിയത്. റിട്ടയറായി. ഇപ്പോൾ ടൈം ഇവിടുത്തെ 5:54, 6 PM, ഓൾമോസ്റ്റ് 6 PM ആവാറായി. എനിക്ക് ഇവിടുത്തെ വീടുകളൊക്കെ ഇഷ്ടപ്പെട്ടു. കുഞ്ഞതാണേലും നല്ല രസമുണ്ട് കാണാൻ. വേറൊരു വൈബാണ്. കാനഡയിൽ ജോലി ചെയ്യുന്ന നഴ്സസിനുള്ള ഒരു ഓപ്ഷനാണ് US വർക്ക് ചെയ്യണമെങ്കിൽ അവർക്ക് TN വിസ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യൻസ് ആണെങ്കിലും വേറെ ഏതെങ്കിലും കൺട്രിയിലാണെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, ഒരു ചാൻസാണ്, ഒരു റൂട്ടാണ് H1B വിസ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി. മിക്ക ആൾക്കാർക്കും അത് അറിയായിരിക്കും. സോ കാനഡയിൽ ജോലി ചെയ്യുന്ന നഴ്സസിന് കനേഡിയൻ സിറ്റിസൺസ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഒരു ഓപ്ഷനാണ് TN വിസ. TN വിസ ഒരു അഗ്രിമെൻ്റാണ് കാനഡ, മെക്സിക്കോ ആൻഡ് US തമ്മിലുള്ളത്. ഇതിൽ നമുക്ക് ടെമ്പററി വർക്ക് പെർമിറ്റാണ് കിട്ടുന്നത്. 3 വർഷത്തെ ഇനീഷ്യൽ വർക്ക് പെർമിറ്റ് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഇൻഡെഫിനിറ്റ്ലി നമുക്ക് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. അത് സർട്ടൺ പ്രൊഫഷണൽസിന് മാത്രമേ കിട്ടുന്ന ഒരു വിസയാണ് TN വിസ. ഇറ്റ്സ് നോട്ട് ലൈക്ക് H1B വിസ. H1B വിസയ്ക്ക് ക്യാപ്പ് ഉണ്ട്, ബട്ട് TN വിസയ്ക്ക് അങ്ങനെ ക്യാപ്പില്ല. ആൻഡ് ബോത്ത് ഓഫ് ദം ആർ സ്പോൺസർഡ് ബൈ ദ എംപ്ലോയേഴ്സ്. സോ TN വിസ ഒരു നല്ലൊരു ഓപ്ഷനാണ് ഇവിടെ കനേഡിയൻ സിറ്റിസൺസ് ആയ നഴ്സസിന് അവിടെ ചെന്ന് US ചെന്ന് ജോലി ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു നല്ലൊരു ചാൻസാണ് TN വിസ. നല്ലൊരു റൂട്ടാണ് TN വിസ. നമ്മൾ ഓൾമോസ്റ്റ് അടുക്കാറായി നമ്മുടെ ഹോസ്പിറ്റലിൽ. ഇതാണ് ഹോസ്പിറ്റൽ, മേഴ്സി ഹോസ്പിറ്റൽ എന്നാണ് എൻ്റെ പേര്. എൻ്റെ സ്പെഷ്യലൈസേഷൻ ന്യൂറോളജിയാണ്. സോ ഞാൻ ന്യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഐ ഡോണ്ട് നോ ഇഫ് ഐ വിൽ ഗെറ്റ് ദ ജോബ്, ബട്ട് ഐ സ്റ്റിൽ വാണ്ടഡ് ടു സീ ഇഫ് ദേ കോൾ മീ ഫോർ ദ ഇൻ്റർവ്യൂ. ആൻഡ് ഇൻ്റർവ്യൂ ഒന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എൻ്റെ മെറ്റർനിറ്റി ലീവ് ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായി. സോ ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. I don't know if I will get it or not, but hope for the best. So yeah, അങ്ങനെ TN വിസ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഈസി ഒരു റൂട്ടാണ് US ജോലി ചെയ്യാൻ വേണ്ടി നോക്കുന്ന നഴ്സസിനുള്ളത്. ഇറ്റ്സ് ബെറ്റർ ദാൻ H1B. H1B എന്ന് പറഞ്ഞാൽ ഒരു ഇമിഗ്രൻറ്റ് റൂട്ടിലേക്ക് മാറുന്ന ഒരു വിസയാണ്. ബട്ട് TN വിസ നമുക്ക് ഇമിഗ്രേഷൻ ഇൻറ്റൻഷൻ കാണിക്കാൻ പറ്റില്ല. അവരപ്പോഴേ അത് റിജക്റ്റ് ചെയ്യും. സോ TN വിസ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡെഫിനിറ്റ്ലി അവിടെ കുറേ നാൾ താമസിക്കാം. അതേ ഉള്ളൂ അതിൻ്റെ ഒരു. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇമിഗ്രേഷന് വേണ്ടി അപ്ലൈ ചെയ്യാം പിറ്റീഷൻ കൊടുത്തിട്ട്. ബട്ട് ആസ് യു നോ, ഇന്ത്യൻസിന് 100 വർഷം എടുക്കും ഒരു ഗ്രീൻ കാർഡ് കിട്ടാൻ എന്നാണ് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇറ്റ് വിൽ ടേക്ക് 100 years, ബട്ട് ഇറ്റ് വിൽ ടേക്ക് അറൗണ്ട് 20 years അറ്റ് ദ മോസ്റ്റ്. കാരണം ഇപ്പം പ്രയോറിറ്റി ഡേറ്റ് എന്ന് പറഞ്ഞാൽ 2013, ഐ ബിലീവ് ഇറ്റ്സ് 2013 കറണ്ട് EB3 വിസയുടെ ഡേറ്റ് ഇറക്കിയായിരുന്നു കഴിഞ്ഞ ബുള്ളറ്റിനിൽ. അപ്പം ഇറ്റ് വാസ് 2013. സോ ഐ എം നോട്ട് ഷുവർ ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക്, ബട്ട് സ്റ്റിൽ. But yeah, if your employer sponsors you, if they file a petition on your behalf and then you are good enough to work there, and you feel like yeah, you can do it, you can keep that job, then it's good for you. You can choose the route of immigration.
സോ ഞാൻ അങ്ങനെ ആ ഏരിയ മൊത്തം ഒന്ന് കണ്ടിട്ട് പോയി. എനിക്ക് ഉടനെ തന്നെ അങ്ങോട്ട് മൂവ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ആഗ്രഹമില്ല. കാരണം എനിക്കിപ്പോൾ ഒരു ബേബി, എൻ്റെ കുഞ്ഞ് 1 വയസ്സ് 1.5 വയസ്സാവാൻ പോകുന്നേ ഉള്ളൂ. ആൻഡ് ഐ ഓൾസോ ഹാവ് എ ഡോട്ടർ ഹു ഈസ് 11 years old. സോ എനിക്ക് ഇവർ രണ്ടുപേരെയും വിട്ടിട്ട് ഉടനെ തന്നെ പോകണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. അത് കാരണം ഞാൻ ജസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഇതിലാണ് ഞാൻ അവിടെ അപ്ലൈ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൻ്റെ ഏരിയ ഒക്കെ കണ്ടിട്ട് അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിലാണ് ബഫല്ലോ സിറ്റി കണ്ടത്. ഞങ്ങൾ സിറ്റിയിലോട്ട് അകത്തോട്ട് പോയില്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പും കാറ്റും ഒക്കെ ആയിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് വെളിയിലിറങ്ങാൻ തോന്നിയില്ല. ആൻഡ് വിത്ത് മോമോ ഇറ്റ് വാസ് റിയലി ഇംപോസിബിൾ. നമ്മൾ തന്നെ ആയിരുന്നെങ്കിൽ നമുക്കൊന്ന് ചെന്ന് ഒന്ന് കറങ്ങിയിട്ട് വരാമായിരുന്നു. ബട്ട് കുഞ്ഞിനെ കൊണ്ടൊക്കെ പോകുന്നത് ഇറ്റ് വാസ് റിയലി ടഫ്. സോ ഞങ്ങളവിടെ പോയില്ല. ബട്ട് ഓൾസോ ഇറ്റ് വാസ് സാറ്റർഡേ, ബിൽഡിങ്സൊക്കെ ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആയിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ദൂരെ നിന്ന് കണ്ടിട്ട് ഇങ്ങനെ തന്നെ കണ്ടിട്ട് ഞങ്ങളങ്ങ് പോയി. നെക്സ്റ്റ് ടൈം വരുമ്പം എന്തായാലും സമ്മർ ആവാറായി. അപ്പം വന്നിട്ട് എന്തായാലും ഞങ്ങൾ കാണും. ആൻഡ് ഇഫ് ദർ ഈസ് എൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എന്തായാലും വരും. ആ സമയത്ത് നമ്മൾ കാണുന്നതായിരിക്കും. സോ ആ സമയത്ത് ഞാൻ എക്സ്പ്ലോർ ചെയ്യുവാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കുന്നതായിരിക്കും. സോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് മടങ്ങി. ഞങ്ങൾ US-ലേക്ക് എൻട്രി ചെയ്തത് റെയിൻബോ ബ്രിഡ്ജ് വഴിയാണ്. ഇത് കാണുന്നത് പീസ് ബ്രിഡ്ജാണ്. നമ്മൾ ഇവിടുന്ന് ഇപ്പം കാനഡയിലേക്ക് എൻട്രി ചെയ്യുവാണെങ്കിൽ അറൗണ്ട് ½ an hour ഇറ്റ് വിൽ ടേക്ക് ടു റീച്ച് നയാഗ്ര ഫാൾസ്. സോ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഇവിടുന്ന് ഡയറക്റ്റ് നമ്മൾ റെയിൻബോ ബ്രിഡ്ജ് തിരിച്ച് പോവുക, എന്നിട്ട് അവിടുന്ന് തന്നെ നമ്മൾ കാനഡയിൽ എൻട്രി ചെയ്യുക, അവിടുത്തെ തന്നെ ബോർഡർ ക്രോസ് ചെയ്യുകയാണെന്നാണ് ഞങ്ങളുടെ പ്ലാൻ. വന്ന വഴി തന്നെ തിരിച്ചു പോവുക. ഇത് നയഗ്ര അറ്റാച്ച്ഡ് ഏരിയയാണ്, നമ്മുടെ ബോർഡർ ഏരിയയാണ് ഇത് ഫുള്ള്. ഈ 6:30 ആയതേ ഉള്ളൂ വൈകുന്നേരത്തെ. ഇവിടെ ഒരു മനുഷ്യൻ പോലും ഈ റോഡിലൊന്നും നടക്കുന്നില്ല. വണ്ടികളുണ്ട്, ബട്ട് ഒരു മനുഷ്യന്. ബട്ട് എനിക്കിനി കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ കാനഡയിൽ ഈ സമയത്ത് എല്ലാ ആൾക്കാരായിരിക്കും, ഫുൾ ആൾക്കാർ അവിടെ എവിടെയൊക്കെ നടക്കുമായിരിക്കും. US സൈഡിൽ ഇങ്ങനെ അത്ഭുതം, ആൾക്കാരില്ലാതെ. സോ ഗൈസ്, ഞങ്ങളുടെ കുട്ടി US ട്രിപ്പ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. നെക്സ്റ്റ് വീഡിയോ ഞങ്ങൾ പാസ്പോർട്ട് സറണ്ടർ ചെയ്യുന്നതിൻ്റെ ആയിരിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ ഷെയർ ചെയ്യാം. സോ പ്ലീസ് ഡു വാച്ച്. താങ്ക് യു.